നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് ആർഷോയുടെ മാത്രം കഥയല്ല, കേരളത്തിലെ SFI നേതാക്കളുടെയും കുട്ടി സഖാക്കളുടെയും ഒക്കെ കഥയാണ്. കേരളത്തിലെ മിക്ക കോളേജുകളും യൂണിവേഴ്സിറ്റികളും പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ്. SFIയുടെ ചുവപ്പുകോട്ടകൾ. ആ കലാലയങ്ങളിലെ നിയമം SFI തന്നെ തീരുമാനിക്കും, അവർ നടപ്പാക്കും. പല സ്ഥലങ്ങളിലും അവർക്ക് ഇടിമുറികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് PM ആർഷോയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. ക്ലാസ്സിലൊന്നും ഹാജരാവാതിരുന്ന ആർഷോയുടെ കഥ. യൂണിവേഴ്സിറ്റി റെഗുലേഷൻ പ്രകാരം ഓരോ സെമസ്റ്ററിലും മിനിമം 75% ഹാജർ വേണം. എന്നാൽ 5ഉം 6ഉം സെമസ്റ്ററുകളിൽ 10% ഹാജർ മാത്രമായിരുന്നു PM ആർഷോയ്ക്ക്. 7ാം സെമസ്റ്ററിൽ 0 ഹാജരാണ് PM ആർഷോയ്ക്കുള്ളത്. എന്നിട്ടും 7ാം സെമസ്റ്ററിലിരുത്തി PM ആർഷോയെ പഠിപ്പിക്കാൻ കലാലയം തീരുമാനമെടുക്കുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിലെ PG 7ാം സെമസ്റ്ററിലേക്ക് PM ആർഷോയെ തെരഞ്ഞെടുത്തപ്പോൾ അത് വലിയ വിവാദമായി. 5ഉം 6ഉം സെമസ്റ്ററുകളിൽ മിനിമം ഹാജരില്ലാതെ 6ഉം 7ഉം സെമസ്റ്ററുകളിൽ തുടർ പഠനം നടത്താൻ കഴിയില്ല. ഇതാണ് സർവകലാശാല ചട്ടം. തുടർന്ന് 6ാം സെമസ്റ്ററിൽ ബിരുദ കോഴ്സ് പൂർത്തിയാക്കിയതായി കണക്കാക്കി വിടുതൽ സർട്ടിഫിക്കറ്റ് തനിക്ക് നൽകാനാണ് ആർഷോ അപേക്ഷ നൽകിയത്. 6ാം സെമസ്റ്റർ പൂർത്തിയാക്കിയതായി രേഖയുണ്ടാക്കിയാൽ 2ാം സെമസ്റ്റർ മുതലുള്ള എല്ലാ പരീക്ഷകളും ഒന്നിച്ചെഴുതി BA ബിരുദം നേടാനുള്ള അവസരം ആർഷോയ്ക്ക് ലഭിക്കും. ആർഷോ എന്ന SFI നേതാവിനെ തൊടാൻ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിന് പോലും ഭയം. ഇപ്പോഴിതാ വലിയ തട്ടിപ്പാണ് പ്രിൻസിപ്പൽ നടത്തിയിരിക്കുന്നത്. PM ആർഷോയ്ക്ക് ചട്ടപ്രകാരമുള്ള ഹാജരുണ്ട് എന്ന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ MG യൂണിവേഴ്സിറ്റിക്ക്. കൃത്രിമം കാട്ടി കള്ള ഹാജരുണ്ടാക്കിയ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിനെ പദവിയിൽ നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ. MG സർവകലാശാലയ്ക്കും ഇത്തരമൊരു പരാതി നൽകിയിട്ടുണ്ട്. ആർഷോ ദീർഘനാളായി കോളേജിൽ ഹാജരാകാത്തതുകൊണ്ട് കോളേജിൽ നിന്ന് പുറത്താക്കുന്നതായി പിതാവിന് നോട്ടീസ് അയച്ചിരുന്നു നേരത്തെ മഹാരാജാസ് കോളേജ്. ഇത് വലിയ വാർത്തയും വിവാദവും വിളിച്ചു വരുത്തി. എന്നാൽ അതേ കോളേജ് പ്രിൻസിപ്പൽ തന്നെ ആർഷോയ്ക്ക് പരീക്ഷ എഴുതാൻ മതിയായ ഹാജരുണ്ട് എന്ന റിപ്പോർട്ട് MG സർവകലാശാലയ്ക്ക് നൽകിയിരിക്കുന്നു. 5ഉം 6ഉം സെമസ്റ്ററിൽ ആർഷോയ്ക്ക് മിനിമം ഹാജരില്ല എന്നത് വ്യക്തമാണ്. 5ഉം 6ഉം സെമസ്റ്ററുകളിൽ ആർഷോയ്ക്ക് മിനിമം ഹാജരില്ല എന്നതിൻ്റെ രേഖകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പറയുന്നു. 5 വർഷ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിൽ പഠിക്കുന്നവർക്ക് 6ാം സെമസ്റ്ററിൽ BA പാസ്സാകാതെ 7ാം സെമസ്റ്റർ MA ക്ലാസ്സിൽ തുടർ പഠനം നടത്താമെന്നും 6ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയെന്നും ആർഷോയെ ന്യായീകരിച്ചുകൊണ്ടുള്ള വിശദീകരണമാണ് പ്രിൻസിപ്പൽ MG യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള മിനിമം ഹാജർ ആർഷോയ്ക്കില്ല എന്ന കാര്യം പ്രിൻസിപ്പൽ ബോധപൂർവം മറച്ചുവെച്ചു. 6ാം സെമസ്റ്റർ പൂർത്തിയാക്കിയതായി രേഖയുണ്ടാക്കിയാൽ 2ാം സെമസ്റ്റർ മുതലുള്ള എല്ലാ പരീക്ഷകളും ഒന്നിച്ചെഴുതി BA ബിരുദം നേടാനുള്ള അവസരം ആർഷോയ്ക്ക് ലഭിക്കും. MG സർവകലാശാലയ്ക്ക് ആർഷോയുടെ വ്യാജ ഹാജർ റിപ്പോർട്ടാണ് പ്രിൻസിപ്പൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ പ്രിൻസിപ്പലിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യങ്ങളിൽ പ്രാഥമിക വിവരശേഖരണം രാജ്ഭവൻ നടത്തിക്കഴിഞ്ഞു. വലിയ കൃത്രിമമാണ് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ നടത്തിയിരിക്കുന്നത് എന്ന് ഗവർണർ തിരിച്ചറിഞ്ഞു. ശക്തമായ നടപടികളെടുക്കും എന്ന സൂചന രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. കോളേജിൽ ഹാജരാകാത്ത ആർഷോയെ 4ാം സെമസ്റ്റർ മുതൽ കോളേജിൽ നിന്ന് റോൾ ഔട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകണമെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ്റെ പരാതിയിൽ പറയുന്നത്. ശക്തമായ നടപടികളെടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. സാധാരണ വിദ്യാർത്ഥികൾക്ക് ഹാജർ വേണം, എല്ലാ യൂണിവേഴ്സിറ്റി ചട്ടങ്ങളും പാലിക്കണം. എന്നാൽ SFI ആണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കോളേജിൽ പോലും ഹാജരാവേണ്ട, ഹാജരൊക്കെ പ്രിൻസിപ്പൽ തയ്യാറാക്കിക്കൊള്ളും. SFI വിദ്യാർത്ഥികളുടെ പരീക്ഷാ കോപ്പിയടിയെക്കുറിച്ചൊക്കെ നിരവധി വാർത്തകൾ നമ്മൾ നേരത്തെ വായിച്ചിരുന്നു. യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന ക്രമവിരുദ്ധ നടപടികളെക്കുറിച്ചുള്ള നിരവധി റിപ്പോർട്ടുകൾ കേരളം കണ്ടിരുന്നു. PM ആർഷോയെപ്പോലുള്ളവർക്ക് ഒരു ചട്ടവും ബാധകമല്ലത്രേ. അതുകൊണ്ട് തന്നെ മഹാരാജാസ് കോളേജിൻ്റെ ഈ പ്രശ്നത്തിൽ ഗവർണർ ശക്തമായി ഇടപെടും എന്ന സൂചനകൾ പുറത്തുവരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.